ഗൈസ് അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ സ്റ്റിക്കർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ ഇതേപോലെ 2 ലൈൻ ഇട്ട് ബ്ലേഡ് എടുത്ത് 2 ലൈൻ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബുക്കാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ബുക്കൊന്നും വേസ്റ്റാണെന്ന് വിചാരിച്ചിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് ബുക്കിൻ്റെ എല്ലാ അറ്റത്തും ഗമ്മൊക്കെ തേച്ച് നല്ലൊരു അടിപൊളി ഒരു ബോർഡ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ട് ആ ഒരു ബുക്ക്, അപ്പോൾ നമുക്കിത് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബുക്കിൻ്റെ ഒരു അറ്റത്ത് നമ്മൾ ഈ ഗ്ലൂ ഗണ്ണ് വെച്ച് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ആ ഒരു ബോട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പീസിൻ്റെ ആ ഒരു മുകളിലായിട്ടൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബബിൾസ് വരാൻ വേണ്ടി കറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് റിങ് ഉണ്ടാക്കരുത്. അപ്പോൾ ഇതാണ് അത് റിങ്ങിന് ഫുൾ നമ്മൾ ഹോളിട്ടെടുത്ത് അതിൻ്റെ നടുക്കും ഹോളിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വുഡൻ സ്റ്റിക്ക് ആ ഒരു ഹോളിൽ കറക്റ്റ് ഇറങ്ങാൻ പാകത്തിനാണ് നമ്മൾ ഒരു ഹോളിട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ആ ഒരു വുഡൻ സ്റ്റിക്ക് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റാൻഡിൻ്റെ മുകളിലിട്ട ഹോളിൽ കൂടി ഇറക്കി വെച്ച് നമ്മൾ ഈ ഒരു റിങ് കറക്റ്റ് നമ്മൾ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ ഒരു റിങ്ങിൻ്റെ കറക്റ്റ് സെൻറ്ററായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ റിങ്ങിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് വരുന്ന ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൽ നമ്മൾ ഹോളിട്ട് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരിക. അപ്പോൾ നമ്മളെ ബോട്ടിലിൻ്റെ ഉള്ളിൽ റിങ്ങിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ബോട്ടിലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇനി ഈ റിങ് കറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാൻഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു ഹാൻഡിലിന് വേണ്ടിയിട്ട് നമ്മളൊരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വുഡൻ സ്റ്റിക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് നടുക്കുന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏകദേശം നമ്മൾ മെക്കാനിസം പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി അവസാനത്തെ പണിയാണ് നമുക്ക് ഇതിൻ്റെ നമ്മളെ ബബിൾസ് വരാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു മേലെ ഇട്ട ഹോളിലൂടെ വെള്ളം ഒഴിച്ചതിൻ്റെ ബാക്കിൽ നമ്മൾ നന്നായിട്ട് ഷാമ്പുവും കൂടി മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വെള്ളവും ഷാമ്പൂ ഒന്ന് ഫുള്ളായിട്ട് അലിഞ്ഞ് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു സംഭവം വർക്കാവുള്ളൂ. അപ്പോൾ നമുക്കിനി ടെസ്റ്റ് അടിച്ച് നോക്കാം. നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കറക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഹോളിലേക്ക് കൂടി നമ്മൾ ഒഴിച്ച ആ ഒരു ഷാമ്പൂവും വെള്ളവും മിക്സാക്കിയ ആ ഒരു മിക്സ് ആ ഒരു റിങ്ങിലൂടെ കറങ്ങി മുകളിലേക്ക് വരും. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഊതിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ബബിൾസ് വരും. ഈ ഒരു ബബിൾസ് അവിടെ സ്റ്റെക്കായി നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെക്കായി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബബിള് നമ്മൾ ഊതുമ്പോൾ കറക്റ്റ് അത് ബോട്ടിലിൽ തട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിലിൽ തട്ടി നിൽക്കുമ്പോൾ അടുത്ത വരുന്ന ബബിള് അതിൻ്റെ മേലെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അത് സ്റ്റെക്കായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മളെടുത്ത ആ ഒരു റിങ് കുറച്ചും കൂടി നല്ല വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായെന്ന് തോന്നി നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അമൻ മുർസാസ് സൈനിങ് ഔട്ട്. ഓക്കെ, ബൈ.